ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു യാത്ര പോയാലോ? ഇത്താത്തയും കുട്ടികളും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഒരു മാളിലേക്ക് പോവുകയാണ്. വൈറ്റിലയിലുള്ള ഫോറം മാളിലേക്കാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ പോകുന്നത് വേറൊന്നിനല്ല കേട്ടോ, ഒരു സിനിമ കാണുന്നതിന് വേണ്ടിയാണ് കേട്ടോ പോകുന്നത്. അതുകൊണ്ട് കുട്ടികൾ വളരെ ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മാളിലേക്ക് കയറുകയാണ് കേട്ടോ. എന്തായാലും ഇങ്ങനെയുള്ള യാത്രകളാണ് നമുക്ക് ഏറ്റവും സന്തോഷം തരുന്നത്. നമ്മൾ തനിച്ചുള്ള യാത്രയേക്കാൾ കൂടുതൽ സന്തോഷമാവുന്നത് ഇങ്ങനെ എല്ലാവരും ഒത്തുള്ള യാത്രയാണ്. എല്ലാവരും എന്ന് പറയുമ്പോൾ ഞാനും ഇത്താത്തയും കുട്ടികളും മാത്രമേ ഉള്ളൂ കേട്ടോ. ഇക്കയും ഇത്താത്തയുടെ ഹസ്ബൻഡ്, അതായത് എൻ്റെ ഇക്കാക്കയും വന്നിട്ടില്ല. കാരണം അവർക്കൊക്കെ വർക്കുള്ളതുകൊണ്ട് വരാൻ പറ്റിയില്ല. മാളിലെത്തിക്കഴിഞ്ഞാൽ കുട്ടികൾ ആദ്യം പറയുന്നത് റൈഡിൻ്റെ സെക്ഷനാണ്. അപ്പോൾ കുട്ടികൾ പറയുകയാണ് നമുക്ക് റൈഡിൻ്റെ സെക്ഷനിലേക്ക് പോകാമെന്ന് പറയുകയാണ് കേട്ടോ. പക്ഷേ നമുക്ക് ഫിലിം തുടങ്ങുന്നത് ഏകദേശം 4:20 കൂടിയാണ്. ഞങ്ങൾ അവിടെ എത്തിയിരിക്കുന്നത് 3:30-ക്കാണ്. പക്ഷേ നമുക്ക് എന്നാലും അതിനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി ഫിലിം കഴിഞ്ഞിട്ട് എന്തായാലും നമുക്ക് റൈഡിലേക്ക് കയറാമെന്ന് പറഞ്ഞു കേട്ടോ. അവർക്കൊരു സമാധാനത്തിന് വേണ്ടി മാള് മുഴുവനും നമ്മൾ ചുറ്റിക്കറങ്ങി. കാരണം അത്രയും ടൈം ഉണ്ടല്ലോ നമുക്ക്. അപ്പോൾ അതുകൊണ്ടിട്ട് മാളിലുള്ള കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് കാണാം. നമ്മൾ ഒരുപാട് ഫോട്ടോസും വീഡിയോസും എല്ലാം അവിടെ നിന്ന് എടുത്തു. പിന്നെ കുറേ കാഴ്ചകൾ കാണലാണ് കേട്ടോ. പിന്നെ മാളിലെ വിശേഷങ്ങളാണെന്ന് വെച്ചാൽ നമുക്ക് പറഞ്ഞാൽ തീരാത്ത അത്രയുമാണ്. അപ്പോൾ എന്തായാലും കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നമുക്ക് കാണാം കേട്ടോ. ഞങ്ങൾ ഇതിനു മുമ്പ് മാളിൽ വന്നിട്ടുണ്ടായിരുന്നു. 1-2 തവണ വന്നിട്ടുള്ളൊരു മാള് തന്നെയാണിത്. പക്ഷേ ഇപ്പോൾ അന്ന് പിള്ളേരും ഒന്നുമില്ലാണ്ട് ഞാനും ഒക്കെയും മാത്രമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ എല്ലാവരും ഒത്തുള്ള യാത്രയിലാണ് നമുക്ക് സന്തോഷം നൽകുന്നത്. എന്തായാലും കുട്ടികളോട് പറഞ്ഞു റൈഡിൻ്റെ സെക്ഷനിലേക്ക് നമുക്ക് പോകണ്ട, നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കാം. കാരണം ടൈം ആകുമ്പോൾ നമുക്ക് എന്തായാലും ഫിലിമിന് കയറേണ്ടതാണല്ലോ. അപ്പോൾ ഇപ്പോൾ ഇത് ഇങ്ങനെ ഞങ്ങൾ എല്ലാം നോക്കി കാണുകയാണ്. നല്ല ഭംഗിയുള്ള ഒരുപാട് ഫ്ലവേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ഡെക്കറേഷൻ ഐറ്റംസും ക്രോക്കറി ഐറ്റംസും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് ഞങ്ങൾ ഇതെല്ലാം ഒന്ന് നോക്കി കാണുകയാണേ. എന്തായാലും ഫിലിമിന് ടൈം ആയിട്ടില്ല, അതുകൊണ്ടിട്ട് തന്നെയാണ് കേട്ടോ ഇവിടെയൊക്കെ ഇങ്ങനെ കണ്ടു നടക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ മാളിലായതുകൊണ്ട് പ്രത്യേകിച്ച് ബോറടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ നമുക്ക് കാണാൻ ഒരുപാട് കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. എന്തായാലും ഭംഗിയുള്ള ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ കൂടുതൽ നോക്കിയത് ഫ്ലവേഴ്സിൻ്റെ ഭാഗത്താണ് കേട്ടോ. അങ്ങനെ പിന്നെ നമുക്ക് ഫിലിമിൻ്റെ ടൈം ആയെന്ന് വിചാരിച്ച് ഞങ്ങൾ മുകളിലേക്ക് പോവുകയാണേ. എന്തായാലും PVRൽ ഇന്ന് ഫസ്റ്റത്തെ ഷോ ആയിരുന്നു കേട്ടോ ഫിലിമിൻ്റെ. ഫിലിം എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. സ്വർഗം എന്ന പടമാണ് കേട്ടോ ഞങ്ങൾ കാണാൻ പോയത്.
അവിടെ ചെന്നപ്പോഴും നമുക്ക് ടൈം ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് പിന്നെയും ഞങ്ങൾ അവിടെ ഇരുന്നു ഫോട്ടോസും ഒക്കെ എടുത്തു. വീണ്ടും അവിടുത്തെ കാഴ്ചകളൊക്കെ അങ്ങനെ കണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഫിലിമിലേക്ക് കയറി. അപ്പോൾ കുഴപ്പമില്ല, കണ്ടിരിക്കാൻ പറ്റിയ പടമാണ്. ഒരു ഫാമിലി മൂവിയാണ്. അങ്ങനെ ഫിലിമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് പോകാൻ റെഡിയാകുകയാണ് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ ഒരു ഫ്രണ്ടാണ് റഷീന. അവൾ ഫാമിലി ഒത്തിട്ട് ഫിലിം കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെ കണ്ടു, ഞങ്ങൾ സംസാരിച്ചു. പിന്നെ ഞങ്ങൾ കണ്ട പടത്തിൻ്റെ മഞ്ജുവിൻ്റെ മോനായിട്ട് അഭിനയിച്ച ഒരു കുട്ടിയാണ് കേട്ടോ. അവൻ്റെ പേരെന്തായാലും കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ കുട്ടികൾ അവനായിട്ട് സെൽഫിയൊക്കെ എടുത്തു. അപ്പോൾ അവൻ ഞങ്ങളുടെ ബാക്ക് സീറ്റിലുണ്ടായിരുന്നു. അവൻ ആദ്യത്തെ പടമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടിട്ട് അവനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു ഫോട്ടോസൊക്കെ എടുക്കാൻ. പിന്നെ ഞങ്ങൾ കുട്ടികളൊത്ത് വന്ന് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി വന്നേക്കണേ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡെല്ലാം കഴിക്കാൻ വേണ്ടി ഇരുന്നു. അപ്പോൾ അവിടെ താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ഫിലിമിൻ്റെ പ്രൊമോഷൻ നടക്കുന്നുണ്ടായിരുന്നു. ആനന്ദ് ശ്രീബാല മൂവി ആയിരുന്നു കേട്ടോ അത്. അതിൽ അർജുൻ അശോകനും അപർണ ദാസ്, അസീസ്, GP അങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് സമയം അത് കണ്ടു നിന്നു. കാരണം വീഡിയോസും ഫോട്ടോസും ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ഞങ്ങൾ അവിടെ കുറച്ച് നേരം നോക്കിയിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ റെഡിയായപ്പോഴാണ് ഞാൻ നേരത്തെ എൻ്റെ ഫ്രണ്ടിനെ കണ്ടിരുന്നില്ലേ, അവൾ ഞങ്ങളെ വിളിച്ച് പറഞ്ഞു നിങ്ങൾക്കും കൂടി പുതിയ പടത്തിൻ്റെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അന്വേഷണം തുടരുന്നു എന്ന പടത്തിൻ്റെ ടിക്കറ്റ് അവൾ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും കുട്ടികളുടെ നിർബന്ധപ്രകാരം വീണ്ടും ആ പടത്തിനും കൂടി കയറി. അങ്ങനെ അവിടെ നിന്ന് ഫിലിമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യും. പക്ഷേ ഇത് പ്രതീക്ഷിക്കാതെ നമ്മൾ കണ്ടൊരു ഫിലിമാണ് കേട്ടോ. അവൾ നിർബന്ധിച്ചത് കൊണ്ടാണ് നമ്മൾ ഈ പടത്തിനും കയറിയത്. അതുകൊണ്ടിട്ട് ടൈം ഏകദേശം ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കയും ഇക്കാക്കയും ഒക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഇത്രയും ടൈം ആയല്ലോ, ഞങ്ങൾ ഏകദേശം വൈകിട്ടാണല്ലോ വന്നത്. അവരില്ലാത്തത് കൊണ്ടിട്ട് ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്വേഷണം തുടരുന്നു എന്ന പടവും കുഴപ്പമില്ലാത്ത പടമായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് കണ്ടിരിക്കാം, കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ധൃതി പിടിച്ച് വീട്ടിലേക്ക് പോകാൻ, കാരണം ഇത്രയും ടൈം ആയതുകൊണ്ടിട്ട് നമുക്ക് എന്തായാലും വീട്ടിലേക്ക് എത്തേണ്ടതാണല്ലോ. അപ്പോൾ ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോകാൻ വേണ്ടി നടക്കുകയാണ്. അപ്പോൾ എന്തായാലും കുട്ടികൾ വളരെ ഹാപ്പി ആയിരുന്നു. കാരണം ഒരു ഫിലിമിന് വന്നിട്ട് അവർ 2 പടമാണല്ലോ കണ്ടത്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലായിരുന്നു അവർ. അങ്ങനെ ഞങ്ങൾക്ക് വണ്ടിയൊക്കെ കിട്ടി ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നൊരു